ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ മത്തങ്ങ വെച്ചിട്ടൊരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിനുവേണ്ടി 2.5 ടേബിൾ സ്പൂൺ ജലാറ്റിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചൊന്ന് നമുക്കൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മുടെ മത്തങ്ങയും ജലാറ്റിനും വെച്ചിട്ട് നല്ലൊരു അടിപൊളി ടേസ്റ്റിയായ കോക്കനട്ട് മിൽക്കിലാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മത്തങ്ങ കുരുവും തൊലിയൊക്കെ കളഞ്ഞ് കുറച്ച് കഷ്ണങ്ങളാക്കി ഞാൻ ഒരു 1.5-2 കപ്പോളം എടുത്തിട്ടുണ്ട്. നമുക്കൊരു പാനിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം വെച്ചൊന്ന് വേകാൻ വയ്ക്കാം. മത്തങ്ങ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടുമല്ലോ. നമ്മുടെ മത്തങ്ങയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ആ പാൻ തന്നെ വെച്ചിട്ട് അതിൽ ഒരു തേങ്ങയുടെ പാലാണ്, അതായത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു തേങ്ങ മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ അരിച്ചെടുത്തതാണ്. അങ്ങനെ തേങ്ങാപ്പാലാണ് 1 ലിറ്റർ. ഇനി തേങ്ങാപ്പാലില്ലെങ്കിൽ നമ്മുടെ പശുവും പാൽ 1 ലിറ്റർ എടുത്താലും മതി കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഒന്ന് ചൂടായി വരണം. ഒരുപാട് തിളയ്ക്കണ്ട, തേങ്ങാപ്പാലില്ലേ. അപ്പോൾ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പോൾ ഇതിന് പകരം നമുക്ക് 1 ലിറ്റർ പശുവും പാലെടുത്താൽ മതി. തേങ്ങാപ്പാലാകുമ്പോൾ കുറേ കൂടി ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ജലാറ്റിന് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചെറു ചൂടിപ്പോഴും ഉണ്ട്. ചൂടോടുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലും ജലാറ്റിനും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സായി ഒന്ന് തിളച്ച് വരണേ. അപ്പം ജലാറ്റിൻ ചേർത്ത് കഴിയുമ്പോൾ നല്ല കൈയെടുക്കാതെ നല്ലതുപോലെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വാനില എസൻസ് ഇല്ലെങ്കിൽ 2-3 ഏലക്ക നല്ലതുപോലെ ഒന്ന് പൊടിച്ച്, പഞ്ചസാര നമ്മൾ ചേർക്കുന്ന പഞ്ചസാരയുടെ പൊടിച്ചാലും മതി കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി മധുരം കുറച്ചുകൂടെ വേണമെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ചേർക്കാം. 2 ടേബിൾ സ്പൂണോളം വേണമെങ്കിലും ചേർക്കാം. പക്ഷേ പുഡിങ്ങിനങ്ങ് മധുരം ഒരുപാട് വേണ്ടല്ലോ. ഐസ്ക്രീമിൻ്റെ ഒക്കെ അത്രയൊരു മധുരം ഇതിന് വേണ്ട. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മത്തങ്ങയുടെ കൂട്ടൂടെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ അരച്ചെടുത്തിട്ടാണ്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മത്തങ്ങ വെന്തതാണല്ലോ. ഇപ്പം തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കാരണം വെന്ത മത്തങ്ങയാണല്ലോ. അപ്പോഴത്തേക്ക് തന്നെ ഓഫ് ചെയ്തപ്പോൾ തന്നെ അത് തിളച്ച് വരുന്നുണ്ട്, പൊങ്ങി വരുന്നു. ഞാൻ പെട്ടെന്ന് ഓഫ് ചെയ്തു, കാരണം തിളച്ച് കിടക്കുന്ന പാലായിരുന്നല്ലോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ ബോട്ടിൽ ഫ്രഷ് ക്രീം ചേർക്കുന്നുണ്ട്. ഇനി ഫ്രഷ് ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീം ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ്. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചൂട് തേങ്ങാപ്പാലിലും നമ്മുടെ ജലാറ്റിന, മത്തങ്ങ പേസ്റ്റ് ഇതെല്ലാം കൂടെ ഫ്രഷ് ക്രീമും എല്ലാം കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. അതിന് ശേഷം നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ട്രേ എടുത്തിട്ട് കുറച്ച് ബട്ടർ തേച്ചെടുക്കണം. നമ്മുടെ ഏത് പാത്രമായാലും പുഡിങ് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷം നമുക്ക് ഈ ചൂടോടുകൂടി തന്നെ ഇത് അരിച്ചെടുക്കണം. അരിച്ചിട്ട് അതിനകത്ത് വേസ്റ്റൊന്നും ഇല്ല എങ്കിൽ തന്നെ നമുക്ക് അരിച്ചിടും. ചിലപ്പോൾ മത്തങ്ങയുടെ കഷ്ണമോ എന്തെങ്കിലും ജലാറ്റിൻ്റെയൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചതിന് ശേഷം റൂം ടെമ്പറേച്ചർ വെച്ചതൊന്ന് തണുക്കണം. തണുത്ത് കഴിയുമ്പോൾ ഒന്ന് സെറ്റായി വരുമല്ലോ. അപ്പം നമുക്ക് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ നട്ട്സോ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലിട്ട് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും കുറച്ച് ബദാമും കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കയ്യിൽ
നമ്മുടെ വീട്ടിലുള്ള എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ നട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് പീനട്ടായാലും മതി. തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഇടാവുന്നതാണ്. അപ്പം അതിന് ശേഷം നമ്മുടെ കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടാണല്ലോ ഇത് ചെയ്തത്. അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പീര നമുക്കിങ്ങനെ പാക്കറ്റ് മേടിക്കാൻ കിട്ടുമല്ലോ, അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റായൊരു മത്തങ്ങ പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ തണുത്തതിന് ശേഷം ഇത് അതിൻ്റെ മൂടി വെച്ചിട്ട് നമുക്ക് അടച്ചതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല സെറ്റായി വന്നിട്ടുണ്ട്, ഉണ്ടോ? നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ഇഷ്ടമുള്ള കണക്കിന് നമുക്കത് സെർവ് ചെയ്യാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മത്തങ്ങയൊക്കെ നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നല്ല ഫ്രഷ് മത്തങ്ങ ആയിരിക്കണം കേട്ടോ, അന്നേരമാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്, ഒരു വെറൈറ്റി പുഡിങ്ങാണ്. അപ്പം മത്തങ്ങയൊക്കെ നമുക്ക് ഒരുപാട് കിട്ടുന്നൊരു സമയമാണല്ലോ. എല്ലായിടും മത്തങ്ങയ്ക്ക് വലിയൊരു വിലയൊന്നുമില്ല. അപ്പോൾ വെജിറ്റബിളൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പീസ് മത്തങ്ങ ഉണ്ടെങ്കിൽ നമുക്കൊരു തേങ്ങയുടെ പാലും കുറച്ച് പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കും എല്ലാം കഴിക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. അപ്പോൾ വല്ലപ്പോഴുമൊക്കെ ഉണ്ടാക്കി നോക്കണം. അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇനി മത്തങ്ങയും ഫ്രഷ് ക്രീമും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ കുറച്ച് ക്രീമി ആയിട്ടേ കിട്ടത്തുള്ളൂ കേട്ടോ. എന്നാലും അടിപൊളി ടേസ്റ്റാണ്. തേങ്ങാപ്പീരയും തേങ്ങാപ്പാലും എല്ലാം കൂടെ ചേർന്നൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. നമുക്ക് മറ്റേ ജലാറ്റിൻ ചേർത്ത് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്ന കണക്ക് എടുക്കാൻ പറ്റത്തില്ല. ക്രീമി ആയിട്ട് ഇങ്ങനെ നമുക്ക്, എന്നാലും അത്യാവശ്യം നമുക്കിങ്ങനെ കോരിയെടുക്കാൻ പറ്റുന്നൊരു കൺസിസ്റ്റൻസിയിലാണ്. നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ കണ്ടതിന് ശേഷം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. ആദ്യം ഒരു പ്രാവശ്യം ഞാൻ നേരത്തെ ഉണ്ടാക്കി നോക്കിയതാണ്, പിന്നെ രണ്ടാമതാണ് ഇതുണ്ടാക്കിയിട്ട് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.